20-ന് കേരള സർക്കാർ ഒരു അയ്യപ്പ സംഗമം നടത്താൻ ഉദ്ദേശിച്ചു. എവിടെ? ശബരിമലയിൽ. ഈ ഒരു വാർത്ത നിങ്ങൾ കേട്ടിരുന്നോ? വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. അയ്യപ്പ സംഗമം നിരീശ്വരവാദം മുഖമുദ്രയാണ് എന്നും പറഞ്ഞു നടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധീകരിക്കുന്ന സർക്കാർ എന്തിനു വേണ്ടി ചെയ്യുന്നു? ശബരിമലയിൽ സ്ത്രീ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങളും അതിൽ ഈ സർക്കാർ എടുത്ത നിലപാടുകളും എല്ലാം നമുക്കറിയാമെന്നിരിക്കെ എന്തുകൊണ്ട് ഇവർ ഒരു അയ്യപ്പ സംഗമം അവിടെ നടത്തുന്നു? ഭക്തരോട് ഇവർക്ക് ഇത്ര സ്നേഹമാണോ? അല്ലെങ്കിൽ ഇത് ഭക്തിപരമായിട്ട് നടത്തുന്ന ഒരു അയ്യപ്പ സംഗമമാണോ എന്നാളല്ല, ഒരിക്കലുമല്ല. മറിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി കുറെ ആളുകളെ അവിടെ വിളിച്ചു വരുത്തി നടത്തുന്ന ഒരു കോൺക്ലേവ് ആണ് അയ്യപ്പ സംഗമം എന്ന പേരിൽ ഇടതുപക്ഷ സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്ത് തോന്നിയവാസമാണ് ഈ പറയുന്നത്? ദൈവത്തിന്റെ പേരിലാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയാൻ പാടുണ്ടോ എന്നാണോ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നത്? കെ അനിൽകുമാർ സഖാവ് യഥാർത്ഥത്തിൽ അയ്യപ്പ സംഗമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ന്യൂസ് 18 കൊടുത്ത ഒരു വോയിസ്, ഫോണിലൂടെ സംസാരിക്കുന്ന വോയിസ് ആണ്. അതിൽ പറയുന്നുണ്ട്, കേട്ടുന്നു. ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിശ്വാസകാര്യത്തിലുള്ള അയ്യപ്പ സംഗമമല്ല, ഏതെങ്കിലും വിശ്വാസത്തിന്റെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്ന അയ്യപ്പ സംഗമമല്ല. ശബരിമലയ്ക്ക് ഭൗതികമായ പുരോഗതി ഉണ്ടാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണം? ലോകത്തിന്റെ നാനാകോണുകളിൽ നിന്നും ആളുകൾ അവിടെ വിവിധ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കാൻ സന്നദ്ധമാണ്. കണ്ടില്ലേ? ഭക്തിയുടെ പേരിൽ പണം ചെലവഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന ലോകത്തുള്ള ഒരുപാട് ആളുകൾ, അല്ലാതെ അയ്യപ്പ ഭക്തരൊന്നുമല്ല. അവരെ കൊണ്ടുവന്ന് പണം സ്വരൂപിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണ് സെപ്റ്റംബർ 20-ലെ അയ്യപ്പ സംഗമം. അപ്പൊ നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെ ഓരോ വിവാദ വിഷയങ്ങൾ എടുത്ത് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോ എല്ലാം റിപ്പോർട്ട് അടിച്ച് താഴ്ത്താൻ വേണ്ടിയിട്ട് ഒരു വലിയ ലോബി തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആരാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു പക്ഷേ നമ്മൾ പറയുന്ന വിമർശിക്കുന്ന ആളുകളുടെ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ വരുമാനം ഇല്ലാതാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ, പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണുന്ന പ്രേക്ഷകരോട് നമ്മൾ സംഭാവന ചോദിക്കുന്നത്. സാമ്പത്തികമായി നമ്മളെ സഹായിക്കാൻ കഴിയുന്നവർ ദയവ് ചെയ്ത് ഈ നമ്പറിൽ സാമ്പത്തികമായിട്ട് പിന്തുണ നൽകിക്കൊണ്ട് നമ്മളെ സഹായിക്കുക. അല്ലാത്തവര് വീഡിയോ കണ്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും മാക്സിമം നമുക്ക് പോയ റീച്ച് തിരികെ കൊണ്ടുവരാനായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ കുറച്ച് നാളുകൾക്കുള്ളിൽ നമുക്ക് സ്വന്തമായി തന്നെ നിൽക്കാൻ കഴിയും, പ്രേക്ഷകരുടെ ഈ സപ്പോർട്ട് ഇല്ലാതെ തന്നെ എന്നൊരവസ്ഥയിലേക്ക് വരാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സംഭാവന ചോദിക്കുന്നത്. അപ്പൊ ദയവായി പരിഗണിക്കുക. നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് സെപ്റ്റംബർ 20-ൽ ഇവർ നടത്താൻ ഉദ്ദേശിച്ച അയ്യപ്പ സംഗമം എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അയ്യപ്പ ഭക്തി എത്രത്തോളം ഉള്ള സർക്കാരാണ് ഇതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. സ്ത്രീകള് അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ ശബരിമലയിൽ പ്രവേശിക്കണം എന്ന രീതിയിൽ ഒരു വിധി വന്നപ്പോൾ എന്തെല്ലാം രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിനെ അനുകൂലിച്ചുകൊണ്ട് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാൻ എല്ലാ പണിയും കയറ്റിയ ഒരു സർക്കാരാണ് നമ്മുടെ സർക്കാർ, അല്ലെ? അന്ന് ആരായിരുന്നു എതിർപക്ഷത്തുണ്ടായിരുന്നത്? അതായത് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കരുത് എന്നുള്ളത് ആചാരമാണ്, ആ ആചാരത്തെ തെറ്റിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് തെരുവിൽ സമരം ചെയ്തത് ആരായിരുന്നു? അവരായിരുന്നു അയ്യപ്പ ഭക്തർ. ഇപ്പുറത്തുണ്ടായിരുന്നത് അയ്യപ്പ ഭക്തരായിരുന്നോ? അല്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് സംഘപരിവാർ ആണെന്നാണ് ഈ സഖാവ് ഇപ്പോൾ പറയുന്നത്. അതൊന്ന് കേട്ടു. സംഘപരിവാറിന് ആ ക്ഷേത്രത്തോട് താല്പര്യമില്ല എന്ന് തെളിയിക്കുന്ന ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അയ്യപ്പ വിശ്വാസികളെ അപകടപ്പെടുത്തുന്ന വിധം അവിടെ കേസ് നൽകിയത് സംഘപരിവാർ സംഘടനകളാണ്. തങ്ങളുടെ സ്ത്രീ സമൂഹ നേതാക്കളെ കൊണ്ട് പരാതി കൊടുക്കുക, സുപ്രീം കോടതിയിൽ അതിന് പണം മുടക്കുക, അങ്ങനെ കേസിൽ അനുകൂല വിധി നേടുക. അനുകൂല വിധി നേടിക്കഴിഞ്ഞാൽ ഇനി ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനമാകാം, സ്ത്രീകൾക്ക് മല ചവിട്ടാം എന്ന് ജന്മഭൂമി വാർത്ത കൊടുക്കുക. അതിന്റെ തുടർച്ചയായിട്ട് തങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് RSSന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ വ്യക്തമാക്കുക. അതിനുശേഷം വിശ്വാസികളെ ഇളക്കി വിട്ടുകൊണ്ട് എങ്ങനെ രാഷ്ട്രീയ കളി നടത്താം, ഇതൊരു സുവർണാവസരമാക്കാം, അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്യാം, അവിടെ ചോരി ഒടുക്കാനുള്ള വഴി എന്താണ്, വിശ്വാസികളുടെ പേരിൽ അവിടെ കലാപം ഉണ്ടാക്കാനുള്ള വഴി എന്താണ്, ഇതെല്ലാമാണ് സംഘപരിവാരം പരിശ്രമിച്ചത്. കണ്ടില്ലേ? ഇദ്ദേഹം പറയുന്നത് അന്ന് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തത് സംഘപരിവാർ സംഘടനകളാണ്. അപ്പൊ ഇതേക്കുറിച്ച് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. ഞാൻ ഇതിലുള്ള ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സംഘത്തിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കൂടിയാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? നിങ്ങളാണോ സത്യത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുന്നത്? അങ്ങനെ സുപ്രീം കോടതിയിൽ നിന്നും ഒരു വിധി വാങ്ങുന്നത്? അതിനുശേഷം ഈ പറഞ്ഞ പോലെ ജന്മഭൂമിയിലും അതുപോലെ RSSകാരുടെ നേതാക്കളും ഒക്കെ പറഞ്ഞോ ഞങ്ങളുടെ നിലപാട് അത് തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞോ? അതിനുശേഷം ആളുകളെ ഇളക്കി വിടാൻ വേണ്ടിയിട്ട് കലാപം നടത്തിയെന്നാണ് പറയുന്നത്. ആദ്യത്തെ കാര്യത്തിലാണ് ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമായുള്ളത്. എനിക്ക് മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളായ മറ്റാളുകൾക്കും ആ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. ഈ പറയുന്നത് പൂർണ്ണമായും നുണയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സഖാവ് അനിൽകുമാറിനെ നിയമപരമായി നേരിടാനായിട്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം വളരെ ഗുരുതരമായ ഒരു അലിഗേഷൻ ആണ്. ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് മുന്നിൽ സത്യത്തിൽ നിങ്ങൾ ആൻസറബിൾ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു ചോദ്യ ചിഹ്നത്തിൽ വെച്ചിരിക്കുകയാണ്. നിങ്ങളാണ് സത്യത്തിൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി കേസ് കൊടുത്തത്,
നിങ്ങളുടെ നിലപാട് സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നതായിരുന്നു എന്നാണ് സഖാവ് അനിൽകുമാർ ഇവിടെ പറയുന്നത്. സത്യത്തിൽ അതായിരുന്നോ സംഗതി? അങ്ങനെയല്ല എങ്കിൽ ദയവ് ചെയ്ത് നിയമപരമായി ഇയാളെ ഈ സ്റ്റേറ്റ്മെന്റ് തിരുത്താൻ വേണ്ടി തന്നെ ജനങ്ങൾക്ക് കൂടി ബോധ്യമാകണം, അതിനുവേണ്ടി നേരിടുക. രണ്ടാമതായി ഇതൊരു സുവർണ അവസരമായി കണ്ട് BJP കുറെ കളി കളിച്ചു എന്നാണ് പറയുന്നത്. അത് കളിച്ചിട്ടുണ്ടോന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എന്തായാലും അന്ന് തെരുവിൽ സമരം ചെയ്തവർക്കെല്ലാം ഇപ്പോഴും കേസുകളുണ്ട്. ഒരു രീതിയിലും അന്ന് അവിടെ പ്രസന്റബിൾ ആയിട്ടില്ലാത്ത, അതായത് അവിടെ പ്രത്യക്ഷത്തിൽ അവിടെ ഇല്ലാത്ത ആളുകൾക്കെതിരെ പോലും സമരം ചെയ്തതിന് കേസുണ്ട്, ഈ കേരളത്തിലുണ്ട്. അതൊന്നും തേച്ച് മായ്ക്കപ്പെട്ടിട്ടില്ല. പിന്നെ വലിയൊരു വനിതാ മതില് ഇവിടെ ഉണ്ടാക്കി, അത് പാർട്ടിക്കാരുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി വെക്കുകയും 2 സ്ത്രീകളെ പോലീസിന്റെ പ്രൊട്ടക്ഷനോടുകൂടി മല കയറ്റാൻ വേണ്ടി കാര്യമായി ശ്രമിക്കുകയും ചെയ്തത് അനിൽകുമാറിന്റെ പക്ഷത്തിലുള്ള ഒരു സർക്കാരാണ്. അങ്ങനെ അല്ലാതെ താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? സത്യത്തിൽ കലാപം ഉണ്ടാകാതിരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കോടതി വിധിക്കെതിരെ ഒരു അപ്പീൽ പോവുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. അതായിരുന്നല്ലോ നിങ്ങൾ ചെയ്യേണ്ടത്. അതിന് പകരം ഒരു കൂട്ടം ആളുകൾ അവരുടെ വിശ്വാസത്തിന് വേണ്ടി തെരുവിലിറങ്ങി നിൽക്കെ നിങ്ങൾ ചെയ്തത് എന്താണ്? നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച്, പോലീസിനെ ഉപയോഗിച്ച് ബലമായി അവരുടെ വിശ്വാസം ഹരിക്കുന്ന രീതിയിൽ ആ കോടതി വിധി അവിടെ നടപ്പാക്കുക. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയാണെങ്കിൽ RSSകാരുടെ അജണ്ട അവിടെ നടപ്പാക്കുക എന്നതാണ് നിങ്ങൾ ചെയ്തത്. അപ്പൊ നിങ്ങൾ CJP ആണോ? നിങ്ങൾ BJPക്ക് കൊട പിടിച്ച് നിൽക്കുന്നവരാണോ? അതാണ് നിങ്ങൾ അവിടെ ചെയ്തത്. അതിന് പകരം നിങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു അപ്പീൽ പോകാമായിരുന്നു. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റ് പോയില്ല. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അങ്ങനെ ഒരു അപ്പീലിന് പോയില്ല. അത്രയുമുണ്ട് നിങ്ങളുടെ അയ്യപ്പ ഭക്തി. നിങ്ങൾ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നു. NSSനെ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, SNDP ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സംഘപരിവാർ സംഘടനകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കും അയ്യപ്പ സംഗമത്തിൽ ആരെങ്കിലും ഉൾപ്പെടുത്തണമെന്ന്. ഉൾപ്പെടുത്തണം. ഇവരുടെ അയ്യപ്പ സംഗമം അങ്ങനെയാണ്. ദേവസ്വം ബോർഡാണ് അത്ര തീരുമാനിക്കുന്നത് ആരൊക്കെയാണ് ഇതിനകത്ത് പങ്കെടുക്കേണ്ടത് എന്നത്. അവർ പിക്ക് ചെയ്യുന്ന വ്യക്തികളാണ് ഇവിടെ പങ്കെടുക്കേണ്ടത്. സെപ്റ്റംബർ 20 എന്ന് പറഞ്ഞാൽ അധികം സമയമൊന്നുമില്ല. ഇപ്പോഴേ ഈ പരിപാടിക്കുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. അതായത് ഒരു വിഭാഗം മുഴുവനായി ഗണേഷ് കുമാറിനെ ഏൽപ്പിച്ചു, ഒരു വിഭാഗം മുഹമ്മദ് റിയാസിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഓരോ ഭാഗവും ഏൽപ്പിച്ച് സെപ്റ്റംബർ 20 ഈ പരിപാടി ഇവർ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ നടത്താൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. അപ്പൊ സംഘപരിവാർ ഈ പറയുന്ന സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അവരെ ഉൾപ്പെടുത്തുന്നില്ല എന്നതാണ് അത്ര ഇടതുപക്ഷത്തിന്റെ നിലപാട്. അപ്പൊ അയ്യപ്പ ഭക്ത സംഗമമാണെങ്കിൽ ഒരു ഭക്തനായ സംഘപരിവാറുകാരനും ഉൾപ്പെടണമെങ്കിൽ ഉൾപ്പെടാമല്ലോ. ഒരു ഭക്തനെ അതിൽ ഉൾപ്പെടുത്തണ്ട എന്ന് പറയാനായിട്ടുള്ള എന്ത് അധികാരമാണ് ഈ സർക്കാരിനുള്ളത്? അതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താണ് സത്യത്തിൽ ഭക്തരുടെ ഒരു സംഭവമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഭക്തരുടെ സംഭവമല്ല. ഭക്തരുടെ സംഭവമാണെങ്കിൽ എങ്ങനെയാണ് അവിടെ പിണറായി വിജയൻ ഇരിക്കുക? എങ്ങനെയാണ് അവിടെ മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇരിക്കുക? അവരൊന്നും ഭക്തിയുള്ള ആൾക്കാരല്ല, അവരൊക്കെ നിരീശ്വരവാദികളാണ്. കമ്മ്യൂണിസത്തിന്റെ മുഖമുദ്ര എന്താണ്? അവർ ദൈവമുണ്ട് എന്ന സങ്കല്പത്തിലേ വിശ്വസിക്കുന്നില്ല. അവരെങ്ങനെയാണ് പിന്നെ അയ്യപ്പ ഭക്തരുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്നത്? അവര് വന്ന് നിന്ന് നടത്തുന്ന ഒരു ചർച്ച, ഒരു പ്രോഗ്രാം ആണിത്. അനിൽകുമാർ പറയുന്നത് ഒന്നുകൂടെ കേൾക്കൂ. ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിശ്വാസകാര്യത്തിലുള്ള അയ്യപ്പ സംഘവുമല്ല, ഏതെങ്കിലും വിശ്വാസത്തിന്റെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്ന അയ്യപ്പ സംഘവുമല്ല. ശബരിമലയ്ക്ക് ഭൗതികമായ പുരോഗതി ഉണ്ടാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണം? കേട്ടില്ലേ? ആഗോള അയ്യപ്പ സംഗമം എന്ന് പേരിട്ട് നടത്തുന്ന ഒരു പരിപാടി എന്താണെന്ന് വളരെ വ്യക്തമായി, വളരെ സിമ്പിളായി അദ്ദേഹം നമുക്ക് മുന്നിൽ വിശദീകരിച്ച് തന്നിരിക്കുകയാണ്. ശബരിമലയുടെ ഭൗതികമായിട്ടുള്ള, ഭൗതികം എന്താ? കാസ്, പണം, തുട്ട്, മണി, ആ മണിക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചയാണ് അവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ ഇവരിങ്ങനെ കുറെ ആളുകളെ പിക്ക് ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ പേരും പറഞ്ഞ് ഇവര് തന്നെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് പങ്കെടുക്കേണ്ട ആൾക്കാർ. ഇവരൊന്നും ഭക്തരൊന്നും അല്ല, മറിച്ച് ആരാണ്? അതും അനിൽകുമാർ തന്നെ പറയും. ലോകത്തിന്റെ നാനാകോണുകളിൽ നിന്നും ആളുകൾ അവിടെ വിവിധ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കാൻ സന്നദ്ധമാണ്. അതാണ് കാര്യം. ലോകത്തിന്റെ നാനാകോണിൽ നിന്നുള്ള ആളുകൾ അവിടെ പൈസ ചെലവഴിക്കാൻ സന്നദ്ധരാണ്, റെഡിയാണ്. മനസ്സിലായില്ലേ? ഒരുപാട് ഫിനാൻസിയേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ ആൾക്കാരും ഒക്കെ ഈ പറയുന്ന ക്ഷേത്രം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഫണ്ട് കൊടുക്കും. ശബരിമല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും അത് റെഡിയാണ്. അത് നമുക്ക് കളയാൻ പറ്റുമോ? അത് അങ്ങോട്ട് മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി അവിടെ നടത്തുന്നത്. അല്ലാണ്ട് ഭക്തന്മാരെ അങ്ങ് ഇതാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. അല്ലാതെ അയ്യപ്പനെ അങ്ങ് ശരിയാക്കി കളയാമെന്ന് ഓർത്തിട്ടുമല്ല. ഒരു ഭക്തനും വേണ്ടിയിട്ടല്ല. അവിടെ വിരിവെക്കാനുള്ള സ്ഥലം പോലും ഒരു ഭക്തന് കൊടുക്കാറില്ല. മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്ന ഭക്തന് ഒരു വെള്ളം കുപ്പി കൊടുക്കാറില്ല. അതൊന്നും ചെയ്യാറില്ല. അതൊന്നും ചെയ്യാത്ത ഇവർ ഈ പൈസ പിടിച്ചു പറിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ പരിപാടി നടത്തുന്നത്. ഇതാണ് ഇതിന്റെ രക്ത ചുരുക്കം. ഇതിലും എന്താ പറയാ, സിമ്പിൾ ആയിട്ട് ഇത് പറഞ്ഞു തരാൻ പറ്റില്ല. അത്ര സിമ്പിൾ ആയിട്ട് അനിൽ സാർ ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ഇവരുടെ ഉദ്ദേശം. എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ഇങ്ങനെ ഈ പറയുന്ന ഭക്തരുടെ ഇന്ന് പിടിച്ചു പറിക്കേണ്ടി വരുന്നത്? ശബരിമലയിൽ വീഴുന്ന പൈസയൊന്നും ഇവർക്ക് എടുക്കാൻ പറ്റുന്നില്ല, പറ്റത്തില്ല. ദേവസ്വം ബോർഡിന്റെ ഫണ്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള അക്കൗണ്ടുകളിലേക്കാണ് പോകുന്നത്. ദേവസ്വം ബോർഡ് ചെയർമാന് മാത്രമാണ് അത് ഉപയോഗിക്കാൻ പറ്റുക. അത് ഉപയോഗിക്കുന്നത് തന്നെ ഈ പറയുന്ന നമ്മുടെ മൊത്തം നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും പുനരുദ്ധാരണത്തിനൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കണം. ടോട്ടൽ ഒരു 65 ക്ഷേത്രങ്ങളാണ് ആകെ ഫണ്ട് വരുന്നതായിട്ടുള്ള ക്ഷേത്രമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഡെഡാണ്, അതായത് ഇങ്ങോട്ട് വരവൊന്നുമില്ല. പക്ഷേ എല്ലാ പുനരുദ്ധാരണത്തിനും കാര്യങ്ങൾക്കും ഒക്കെ ഈ ടോട്ടൽ 60 ക്ഷേത്രങ്ങളിലെ ഫണ്ട് എടുത്ത് ഉപയോഗിക്കുന്നു. അപ്പൊ ഇതിനകത്ത് സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. സർക്കാരിന് കൈയിട്ട് വരാനും പറ്റില്ല, വകമാറ്റി ചെലവഴിക്കാനും മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും പറ്റില്ല. ദേവസ്വം മന്ത്രിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ദേവസ്വം ബോർഡിന്റെ ചെയർമാനാണ് ഈ അക്കൗണ്ടുകളുടെ ഒക്കെ ഉടമ. മാറി മാറി വരുന്ന ചെയർമാൻമാരെല്ലാം ഉടമകളായിക്കൊണ്ടിരിക്കും. ആ സമയത്ത് അവർ കൃത്യമായി ഇന്നതിനാണ് ഉപയോഗിക്കുന്നത്, ക്ഷേത്ര പുനരുദ്ധാരണത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതങ്ങനെ നടക്കുമെന്നിരിക്കെ ആ ഫണ്ടിൽ നിന്നും ചെയ്യാവുന്നതേ ഉള്ളൂ ശബരിമലയ്ക്ക് ഈ പറയുന്ന പോലത്തെ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ പറ്റില്ല.
നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ നിന്നും പിഴിഞ്ഞാണ് ശീലം. നമ്മളതാ കേരള സഭ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് 9 വർഷം കൊണ്ട് മാക്സിമം ഇതുപോലുള്ള പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഒരു കോൺക്ലേവ് എന്ന് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ ചർച്ച എന്ന് പറയാം, അണ്ടിപ്പരിപ്പം പാലകത്തുന്ന നവകേരള സദസ്സിന്റെ പരിപാടി ഒക്കെ അങ്ങനെ തന്നെയാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഇങ്ങോട്ടേക്ക് ഈ പൈസകളൊക്കെ മേടിച്ചിട്ട് ഇവരൊക്കെ സെറ്റിൽ ആവുക. എന്തായാലും അടുത്ത വർഷം കയറാൻ പറ്റില്ല, അത് ഉറപ്പാ. അതിനുള്ളിൽ സെറ്റിൽ ആവുക, ഫണ്ട് പിരിക്കുക. ഇപ്പൊ അയ്യപ്പനെ കാണിച്ച് പിരിക്കാൻ ഇറങ്ങിയിരിക്കുക. സത്യത്തിൽ ഭക്തരായ ആളുകൾ ഇതിനെതിരെ നിയമപരമായിട്ട് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. വളരെ അടുത്തുനിന്ന് ആലോചിക്കണം. സെപ്റ്റംബർ 20 എന്ന് പറഞ്ഞാൽ ഇത്ര അടുത്തു. അപ്പൊ വളരെ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് നടത്താനുള്ള ഒരു തീരുമാനം, ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണ്, നേരത്തെ പ്ലാൻഡ് ആണ്. എവിടെ നിന്നൊക്കെ ഈ 7 മാസം ഇറങ്ങുന്നേക്കുള്ളിൽ എവിടെ നിന്നൊക്കെ ഫണ്ട് വാങ്ങണം. കണ്ടില്ലേ, സന്നദ്ധരായ ആളുകളൊപ്പം പിന്നെ ഞങ്ങൾ മേടിക്കുന്നതാണോ കുറ്റം? കാശ് തരാൻ ആളുണ്ടെങ്കിൽ ഞങ്ങൾ മേടിക്കും എന്നുള്ള നിലപാടാണ് അവർ പറയുന്നത്. അപ്പൊ നിങ്ങളെ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഭക്തരുടെ യാതൊരു രീതിയിലുള്ള വികാരങ്ങൾക്കും ഇവര് വിലവെക്കുന്നില്ല എന്ന് അന്നേ ഇവര് തെളിയിച്ചതാണ്. അല്ലെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി ഇത്രയധികം എഫേർട്ട് ഇവരെടുക്കില്ല. ഇവരെപ്പോഴാ തിരിഞ്ഞു ചിന്തിച്ചത്? അപ്പീൽ കൊടുക്കാനൊക്കെ തീരുമാനിച്ചത് എപ്പോഴാ? തെരഞ്ഞെടുപ്പിൽ തോറ്റ് മൊട്ടയിട്ടപ്പം. അതായത് മനസ്സിലായോ, ജനം എതിരാണ്, നമ്മൾ ഈ പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും. അതെ, പിണറായി വിജയൻ എപ്പോഴും അങ്ങനെയാണ്. ഭരിക്കുന്ന 5 വർഷത്തിൽ ആദ്യത്തെ 3 വർഷം അയാൾ തനി പിണറായി വിജയനാവും. അവസാനത്തെ 2 വർഷം, 4ാമത്തെ വർഷം അയാളൊന്ന് മയപ്പെടും. ഏറ്റവും അവസാനത്തെ വർഷം വെറും ജനങ്ങളുടെ മുമ്പിൽ കോമാളിയായിട്ട് ചിരിച്ചു കളിച്ച് നിൽക്കും. കാരണം വോട്ട് കിട്ടണം പല കാര്യങ്ങളിലും, പിന്നെ ജനങ്ങൾക്ക് അനുകൂലമായിട്ട് അവരുടെ കയ്യടി നേടുന്ന രീതിയിൽ പല വാക്കുകളും അയാൾ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ലൊരു പൊളിറ്റീഷ്യനാണ്. 2 ടൈം കൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ലാസ്റ്റത്തെ ഫേസിൽ അയ്യപ്പൻ ഉപയോഗിച്ച് അയ്യപ്പന്റെ ഭക്തരെ അലവിച്ച് പിടിക്കുക, അതിനകത്തുനിന്ന് ഫണ്ട് എടുക്കുക. പക്ഷെ സംഘപരിവാറിനെ എതിരെ നിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുക, ഇവരെതിരെ നിർത്തുന്നത് സംഘപരിവാറിനല്ല, അയ്യപ്പ ഭക്തരെയാണ്. നിങ്ങൾക്ക് ആർക്കും അവിടെ പ്രവേശനമില്ല. വരുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രവേശനമുള്ളത് ഫണ്ട് ഇടാൻ വരുന്ന പൗരപ്രമുഖർക്ക് മാത്രമാണ്. കേരളത്തിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ നോട്ടത്തിൽ അവർക്ക് മാത്രമേ ഇവിടെ വിലയുള്ളൂ. അപ്പൊ പ്രതികരിക്കണമെങ്കിൽ നിയമപരമായി പ്രതികരിക്കുക. ഇതുപോലുള്ള മംഗത്തരങ്ങളൊക്കെ പുറത്തിറങ്ങി നിന്ന് പറയാൻ ധൈര്യം കാണിക്കുമ്പോഴും മിണ്ടാതിരുന്നാൽ, ഇവിടെ ഓൾറെഡി ഒരു പ്രതിപക്ഷമില്ല, ചത്തു കിടക്കുന്ന ഒരു പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ള, പുഴുങ്ങിയ ഒരു പ്രതിപക്ഷം. നിങ്ങളെങ്കിലും അതുപോലെ ആകല്ലേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പൊ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.